നമ്മുടെ ഗോസസ് തിയറം അനുസരിച്ച് നമ്മൾ കണ്ടു ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടിയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് വിത്തിൻ ദാറ്റ് സർഫസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമാണ്. അതിൻ്റെ ഉള്ളിലെ ചാർജിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1/ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ആ ഒരു കാര്യം എങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ ടോപ്പിക് അത് തന്നെയാണ്, ഗോസസ് തിയറം, അതിൻ്റെ പ്രൂഫ്. ഇനി പ്രൂവ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു Q/ε0. അത് പ്രൂവ് ചെയ്യാനായി നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ചാർജ് ഉണ്ട്. Q എന്ന് പറയുന്നതാണ് സോഴ്സ് ചാർജ്. അതിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജിനെയാണ്. അതിന് ചുറ്റും ഞാനൊരു ഇമാജിനറി ക്ലോസ്ഡ് സർഫസിനെ കൺസിഡർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെയെങ്കിൽ ഒരു ഗോസസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസിനെ എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ക്ലോസ്ഡ് സർഫസുകളെ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. അതായത് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാനായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസുകളെ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. Q എന്ന് പറയുന്ന +Q എന്ന് പറയുന്ന ചാർജിന് ചുറ്റും ഞാനൊരു ഗോഷ്യൻ സർഫസിനെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വരച്ചിരിക്കുന്നത് ഏകദേശം ഒരു സർക്കിൾ ആണെങ്കിലും നിങ്ങൾ കരുതേണ്ടത് അതൊരു സ്ഫിയർ ആണെന്നാണ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വരച്ചിരിക്കുന്നത് ഒരു സർക്കിൾ പോലെയാണെങ്കിലും നിങ്ങൾ കരുതേണ്ടത് അതൊരു സ്ഫിയർ ആണെന്നാണ്. ആ സ്ഫിയറിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലാണ് നമ്മൾ ആരെ വെച്ചിരിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള പോസിറ്റീവ് സോഴ്സ് ചാർജിനെ വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ആ ക്ലോസ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇനി എങ്ങാനും ഏതെങ്കിലും കാരണവശാൽ അത് Q/ε0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫ് കിട്ടും. നോക്കാം, നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു Q/ε0 ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പഴയ മെത്തേഡിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് ഗോസസ് തിയറത്തിന് മുമ്പ് നമ്മൾ പഠിച്ച മെത്തേഡിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണമെങ്കിൽ നമ്മൾ അതിൻ്റെ ചെറിയ ഒരു ഏരിയ എടുക്കുന്നു. അതിനുശേഷം ആ ഏരിയയിൽ കൂടി പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കുന്നു. ആ ഫ്ലക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ഇൻ്റഗ്രേഷന് ശേഷം നമുക്ക് എന്ത് കിട്ടും? ആ ക്ലോസ്ഡ് സർഫസിൽ കൂടിയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ആ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് ഗോസസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. നോക്കാം. ഇതിനു വേണ്ടി, അതായത് ഈ ടോട്ടൽ ക്ലോസ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഏരിയയിൽ കൂടി പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിനായി ആ ക്ലോസ്ഡ് സർഫസിൻ്റെ തന്നെ ചെറിയ ഒരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ ചെറിയ ഏരിയ. അതിൻ്റെ ഏരിയ ആണ് DS. DS എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. വലിയ ക്ലോസ്ഡ് സർഫസിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ ചെറിയ ഭാഗത്തിൻ്റെ ഏരിയ ആണ് DS. അതൊരു വെക്ടറാണ്. ആ ക്ലോസ്ഡ് സർഫസിൻ്റെ പുറത്തേക്കായിരിക്കും DS വെക്ടർ പോകുന്നത്. ഡയറക്ഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും എങ്ങോട്ട് തന്നെയായിരിക്കും പോകുള്ളൂ? ഈ ഒരു സർഫസിന് നോർമൽ ആയിട്ടാണ് പോകുള്ളൂ. അതും പുറത്തേക്കായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പാരലലാണ്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. ഈ ഒരു കേസിൽ രണ്ടും ആക്ട് ചെയ്യുന്നത് പുറത്തേക്കാണ്. അതേപോലെ തന്നെ ഈ സർഫസിന് നോർമൽ ആയിട്ടുമാണ്. ഇനി ഈ ചെറിയ ഏരിയയിൽ കൂടിയുള്ള ഫ്ലക്സ് എത്രയായിരിക്കും? ഒരുപക്ഷെ നിങ്ങൾ ഓർത്തിരിക്കാം, ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. എന്താണ് ആ ഇക്വേഷൻ? ചെറിയ ഫ്ലക്സ് d∅e is equal to E.ds. ഇതാണ് ആ ചെറിയ ഏരിയയിൽ കൂടിയുള്ള ഫ്ലക്സ്. അതായത് DS എന്ന് പറയുന്ന ചെറിയ ഏരിയയിൽ കൂടിയുള്ള ഫ്ലക്സ് ആണ് d∅e equal to E.ds. ഒരുപക്ഷെ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചെറിയ ഫ്ലക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Q/ε0 കിട്ടുമെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ r. അതായത് ഈ ചാർജിൽ നിന്ന് ആ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ ലെറ്റർ r ആയിട്ട് എടുക്കുന്നു. ഇതൊരു സ്ഫിയർ ആയതുകൊണ്ട് ഗോഷ്യൻ സർഫസ് നമ്മൾ എടുക്കുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലാണ്. അതൊരു സ്ഫിയർ ആയതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. ഗോഷ്യൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. r എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസുമാണ്. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ്,
ആ ക്ലോസ്ഡ് സർഫസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും കാരണമുണ്ട് അതിന്. അതായത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ചാർജ് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ആ ഗോഷിയൻ സർഫസിൻ്റെ സെൻറ്ററിലാണ്. ആ സെൻറ്ററിൽ നിന്ന് ഏത് സർഫസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മുഴുവൻ സെയിം തന്നെയായിരിക്കും. റേഡിയസ് ആണ് ഇതിൻ്റെ സെൻറ്ററും ഈ സർഫസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ത് വരും? 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം, ആ ഗോഷൻ സർഫസിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ത് തന്നെയാണ്? 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ തന്നെയാണ്. ഇനി നമ്മുടെ ഗോസസ് തിയറം അനുസരിച്ച് φE = Q/ε0 ആണ്. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളനുസരിച്ച് ∫E.ds ആണ് നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ്. രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി. അതായത് മുന്നിലെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ∫E.ds എടുക്കണം. ഗോസസ് തിയറം അനുസരിച്ച് ഇലക്ട്രിക് ഫ്ലക്സ് വളരെ സുഖമായി കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് = Q/ε0 ആണ്. രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി. φE = ∫E.ds = Q/ε0. നമ്മൾ ആ ഇക്വേഷൻ 1 എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും മാത്രം എടുത്താൽ മതി. Q/ε0 എന്ന് പറയുന്നത് എന്താണ്? ഗോസസ് തിയറം അനുസരിച്ചിട്ടുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ രണ്ട് ടേമുകളെ മാത്രമേ എടുക്കുന്നുള്ളൂ. φE = ∫E.ds. നോക്കാം. φE ∫E.ds. ഇത് രണ്ടും ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്ടർ ആണ്. ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്ടർ, അതായത് അതും വെക്ടർ ആണ്. രണ്ടാൾക്കാരും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു. EdS cos θ എന്ന് കിട്ടുന്നു. ∫EdS cos θ. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. cos θ എന്ന് പറയുന്നത് Eയും dsഉം തമ്മിലുള്ള ആംഗിൾ. ഈ ഒരു ടോപ്പിക്കിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞതാണ് ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും പോകുന്നത് ഒരേ ഡയറക്ഷനിൽ ആണ്. അതായത് തീറ്റയുടെ വാല്യൂ ഇവിടെ എത്ര വരും? 0 വരും. cos 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയെങ്കിൽ ∫EdS cos θ എന്ന് പറയുന്നത് എത്രയായി ചുരുങ്ങും? ∫E × ds മാത്രമായിരിക്കും. അതായത് ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ∫E/ds മാത്രമായി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയുടെയും dsൻ്റെയും ഇടയിൽ ഡോട്ട് ഇല്ല. വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ ഏരിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇൻ്റഗ്രേഷൻ്റെ അപ്പുറത്ത് രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് E ആണ്, രണ്ടാമത്തെ ds ആണ്. നേരത്തെ പറഞ്ഞതുപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. എവിടത്തെയാണ്? ഈ ഒരു ചെറിയ ഏരിയയിലെ അല്ലെങ്കിൽ ആ മൊത്തം ഏരിയയിലെ. നേരത്തെ പറഞ്ഞതുപോലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെ മുഴുവൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു കോൺസ്റ്റൻ്റ് ആയി കൺസിഡർ ചെയ്യാം. ഒന്നും കൂടി പറയാം, ഈ ഒരു സർഫസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ചെറിയ സർഫസ് ആണെങ്കിലും ഈ മുഴുവൻ സർഫസ് ആണെങ്കിലും ഏതൊക്കെ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആണ്. അതായത് ചാർജ് വെച്ചിരിക്കുന്നത് സെൻട്രലായതുകൊണ്ട് ഈ ഒരു സർഫസിലെ ഏതൊക്കെ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സെയിം ആയിരിക്കും. ഇയെ നമ്മൾ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. കോൺസ്റ്റൻറ്റുകളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഇയെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. φE = E × ∫ds. ഇനി ഇയെ പുറത്തേക്ക് എടുത്തു. ഈ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുത്തു. ഇനി ഇൻ്റഗ്രേഷൻ്റെ അപ്പുറത്ത് ആര് മാത്രമേ ഉള്ളൂ? ds മാത്രമേ ഉള്ളൂ. ds എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ഏരിയ ആണ്. അതായത് ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആണ് ds. ഇനി ആ dsനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആ സർഫസിൻ്റെ മൊത്തം ഏരിയ കിട്ടും. ds എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗത്തിൻ്റെ മാത്രം ഏരിയയാണ്.
ആ ഏരിയ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് സർഫസിൻ്റെ മൊത്തം ഏരിയ കിട്ടും. ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ക്ലോസ്ഡ് സർഫസിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അതായത് ഇൻ്റഗ്രൽ ds ഈസ് ഈക്വൽ ടു 4πr². അങ്ങനെയെങ്കിൽ φe ഈസ് ഈക്വൽ ടു എന്ത് വരും? E ഇൻറ്റു 4πr². അതേ ഇക്വേഷൻ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ E എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 1/4πε0 q ഡിവൈഡഡ് ബൈ r² ആണ്. അപ്പോൾ E എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Eക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. എന്ത് കിട്ടും? 1/4πε0 q ഡിവൈഡഡ് ബൈ r² കിട്ടും. ഇൻ്റഗ്രൽ ds എന്തായിട്ട് മാറി? 4πr² ആയിട്ടും മാറി. അങ്ങനെയെങ്കിൽ φe ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ r². ഇയുടെ വാല്യൂ ആണ്. ഇനി ഇൻ്റഗ്രൽ dsൻ്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട് 4πr². അത് അങ്ങനെ തന്നെ താഴേക്ക് എടുത്ത് എഴുതുന്നു ഇൻറ്റു 4πr². ഇവിടെ 4π ക്യാൻസൽ ചെയ്തു പോകും. r²ഉം ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് ലഭിക്കുക q ഡിവൈഡഡ് ബൈ ε0 മാത്രമാണ്. φe ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ ε0. ഇത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും സ്റ്റെപ്പുകളിൽ ആരുടെ ഹെൽപ്പ് ചോദിച്ചിട്ടില്ല? ഗോസസ് തിയറത്തിൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ടില്ല. നമ്മൾ മുന്നേ പഠിച്ച മെത്തേഡ് ആണ് ഉപയോഗിച്ചത്. അതായത് ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ട് എത്തിയത്? മൂന്നാമത്തെ ടേമിലേക്ക് എത്തിയത്. അവസാനം നമ്മൾ പ്രൂവ് ചെയ്തു φe ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ ε0. q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ചാർജാണ്. ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസുമാണ്. ഇത് തന്നെയാണ് നമുക്ക് ഗോസസ് തിയറവും പറഞ്ഞു തന്നത്. Total electric flux through any closed surface is equal to 1/ε0 times the total charge enclosed within that surface.